We are all wearing masks to hide out our inner emotions and feelings. Here we are discussing such a topic. We Wear the Mask by Paul Laurence Dunbar. He is a famous Afro-American poet and novelist. And the poem We Wear the Mask was written in 1895. 1895 ഈ കവിത എഴുതപ്പെടുന്നത്. ഇത് എഴുതിയത് പ്രശസ്ത ആഫ്രോ അമേരിക്കൻ പോയറ്റായ പോൾ ലോറൻസ് ഡർബാർ ആണ്. And it is a reaction to the experience of the black in America in the late 19th century following the Civil War, which is really was marked by intense racism and hardships. ഈ ഒരു കവിത എഴുതപ്പെടുന്നത് 19ാം നൂറ്റാണ്ടിലെ നീഗ്രോസ് അമേരിക്കയില് നീഗ്രോസ് അനുഭവിക്കുന്ന യാതനകൾക്കെതിരെ ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് ഈ കവിത എഴുതപ്പെടുന്നത്. അതായത് അമേരിക്കൻ സിവിൽ വാറിനോടനുബന്ധിച്ച് ആ ഒരു സിവിൽ വാറിലൂടെ അമേരിക്കൻ ജനതയ്ക്ക്, അതായത് ബ്ലാക്ക് അമേരിക്കൻസിന് യാഥാർത്ഥ്യത ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാകും, അവർക്ക് ഈക്വൽ റൈറ്റ്സ് ഉണ്ടാകും എന്നൊക്കെ പ്രഖ്യാപനങ്ങൾ വന്നു എങ്കിലും യാഥാർത്ഥ്യത്തിൽ ഈ ഒരു പ്രഖ്യാപനങ്ങളൊക്കെ വെറും വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറുകയാണ് ഉണ്ടായത്. അതായത് അവരുടെ അവസ്ഥ ഇന്നും അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് എന്നല്ലാതെ ഇപ്പോഴും ആ ഒരു റേസിസം നമുക്ക് കാണാൻ സാധിക്കും. ഒരു പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ എഴുതിയ കവിതയാണിത്. ആൻഡ് ദ പോയിന്റ് കമ്പയർസ് ദ പെയിൻ ഓഫ് ഓപ്പറേഷൻ to wearing a mask which hides the sufferings of the wearers who seems to be happy outwardly. ഈ കവിതയിൽ കവി കമ്പയർ ചെയ്യാണ് ദ പെയിൻസ് ഓഫ് ഓപ്പറേഷൻ, അടിച്ചമർത്തലിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് കവി കമ്പയർ ചെയ്യുന്നു. അത് ഏതിനോടാണ്? ദ പേഴ്സൺ ഹു ആർ വെയറിംഗ് ദ മാസ്ക്. ഒരു മുഖംമൂടിയിട്ട മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അയാളുടെ മുഖംമൂടി, അത് പുറമേയുള്ള ആ ഒരു മുഖമാണ് നമ്മൾ കാണുന്നത്. ഉള്ളിൽ അദ്ദേഹം ഒരു പക്ഷേ കരയുകയായിരിക്കാം. നമ്മൾ ചാർലി ചാപ്ലിന്റെ ജീവചരിത്രം വായിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, മഴയത്ത് നടക്കാൻ എനിക്ക് ഇഷ്ടമാണ്, കാരണം ആ കണ്ണുനീര്, ഞാൻ കരയുന്നത് മഴവെള്ളത്തിലൂടെ അല്ലെങ്കിൽ ആ മഴയത്ത് നനയുമ്പോൾ ആ മഴ നനഞ്ഞത് ആണ് എന്ന് ആളുകൾ വിചാരിക്കും, പക്ഷെ ഞാൻ ഉള്ളിൽ കരയുകയാണ്. അതേപോലെ ഒരുപാട് ആളുകളെ ചിരിപ്പിക്കുന്ന സമയത്തും ഞാൻ എൻ്റെ ഉള്ളിൽ കരയുകയാണ് എന്നൊക്കെ പറഞ്ഞ ജീവിത യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട ആ ചാർലി ചാപ്ലിൻ. അതേപോലെ ഒരു ജനതയാണ് ബ്ലാക്ക് അമേരിക്കൻസ്. അവരുടെ യാതനകൾ, കഷ്ടപ്പാടുകളൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പുറമേയുള്ള ആളുകൾ വിചാരിക്കും അവരൊക്കെ സന്തോഷമാണ്. അതായത് ആഫ്റ്റർ ദി സിവിൽ വാർ, അമേരിക്കൻ സിവിൽ വാറിന് ശേഷം അവരുടെ ജീവിതം കഷ്ടപ്പാടുകളും യാതനകളും റേസിസും ഒക്കെ ഒഴിവായി പോയി, അതിൽ അവർ സംതൃപ്തരാണ് എന്ന ഒരു പുറമേ ഉള്ള കാഴ്ചപ്പാട് അതാണ് എങ്കിലും അവരുടെ ജീവിതം നേരെ മറിച്ചാണ്. അതാണ് ഇതിൽ പറയുന്നത്. And the poem doesn't specify any race but shows marginalized people who are forced to present a happier life or happier face. ഇതിൽ ഏതാണ് ഒരു പ്രത്യേക റേസ് ആണെന്ന് പറയുന്നില്ല, ബ്ലാക്ക് അമേരിക്കൻസ് മൊത്തത്തിലാണ് പറയുന്നത്. അതേപോലെ തന്നെ ആ മാർജിനലൈസ്ഡ് പീപ്പിൾ, ആ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട ജനത, അത് നമ്മളുടെ എല്ലാ ജനതയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മളുടെ ദളിത് ലിറ്ററേച്ചർ ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴും ആ ഒരു ലൈഫ് മാർജിനലൈസ്ഡ് ആണ് അവരൊക്കെ. അതേപോലെ തന്നെ സ്ത്രീ സമൂഹം, ഇവരൊക്കെ മാർജിനലൈസ്ഡ് ആണ്. അവരുടെ ഒക്കെ ആ സഫറിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ ഒരു മുഖംമൂടി ഇട്ടിട്ടാണ് അവർ സമൂഹത്തിൽ കാണപ്പെടുന്നത്. ആൻഡ് ദേ ആർ ഫോഴ്സ്ഡ് ടു പ്രസന്റ് എ ഹാപ്പി ലൈഫ്. സമൂഹത്തിന് മുന്നിൽ തങ്ങൾ ഹാപ്പിയാണ് എന്ന് കാണിക്കണം, പക്ഷേ അവരുടെ ഉള്ളിലുള്ള വേദനകൾ ആരും അറിയില്ല. This poem is written in iambic tetrameter having 4 stressed and 4 unstressed syllables in each line. ഈ സ്റ്റാൻസയില് അല്ലെങ്കിൽ ഈ ഒരു പോയത്തിന്റെ മീറ്റർ അയാംബിക് ടെട്രാമീറ്റർ ആണ്. അതിൽ 4 അൺസ്ട്രെസ്ഡ് സിലബിളും 4 സ്ട്രെസ്ഡ് സിലബിളും, അങ്ങനെ അയാംബിക് ടെട്രാമീറ്ററിലാണ് ഈ കവിത എഴുതപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് 3 stanzas and is structured in the form of a rondo, a form having 10 to 15 lines, and in 3 stanzas having 5, 4 and 6 lines each. ഇനി ഇതൊരു റോണ്ട്യൂ രീതിയിലാണ്. റോണ്ട്യൂ എന്ന് പറഞ്ഞാൽ ഒരു പോം ഹാവിങ് 10 to 15 ലൈൻസ്, 10 മുതൽ 15 വരെ വരികളുള്ള കവിതയ്ക്കാണ് റോണ്ട്യൂ എന്നറിയപ്പെടുന്നത്. ആ ഒരു സ്ട്രക്ചറിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 3 സ്റ്റാൻസ ഉണ്ട്.
ആ 3 സ്റ്റാൻസയിലെയും ലൈൻസിന്റെ എണ്ണം വ്യത്യസ്തമാണ്. ആദ്യത്തെ സ്റ്റാൻസയിൽ 5 ലൈൻസ് ആണ്, രണ്ടാമത്തെ സ്റ്റാൻസയിൽ 4 ലൈൻസ് ആണ്, അടുത്ത സ്റ്റാൻസയിൽ 6 ലൈൻസ് ആണ്. അങ്ങനെ ലൈൻസിൽ വ്യത്യാസമുള്ള കവിതയാണിത്. ആൻഡ് ദ റൈം സ്കീം ഈസ് എ എ ബി ബി എ. ആദ്യം നമ്മൾ പറഞ്ഞു ആദ്യത്തെ വരിയിൽ 5 ലൈനാണുള്ളത്. ആദ്യത്തെ സ്റ്റാൻസയിൽ 5 ലൈൻസ്, അതിന്റെ റൈം സ്കീം എ എ ബി ബി എ. രണ്ടാമത്തേത് 4 വരിയാണ്, എ എ ബി സി. ആൻഡ് ഇൻ ദ തേർഡ് സ്റ്റാൻസ എ എ ബി എ സി. ലാസ്റ്റ് സ്റ്റാൻസ വി ഗെറ്റ് ദ റൈം സ്കീം എ എ ബി ബി എ സി. എ എ ബി ബി എ സി എന്നതാണ് ലാസ്റ്റ് സ്റ്റാൻസയിലെ റൈം സ്കീം. ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു ദ പോം. വി വെയർ ദ മാസ്ക് ദാറ്റ് ഗ്രീൻസ് ആൻഡ് ലൈസ്. വി വെയർ ദ മാസ്ക്, ദിസ് ഇസ് ദ ടൈറ്റിൽ. ആ ടൈറ്റിൽ തന്നെയാണ് പോയത്തിന്റെ ഫസ്റ്റ് ലൈനും. We wear the mask that grins and lies. Grins means showing happiness. ഇവിടെ ചിരിച്ചു കാണിക്കുക, വെറുതെ ഉള്ളിൽ നിന്ന് വരുന്ന ചിരിയല്ല, മറിച്ച് വെറുതെ ഒന്ന് കാട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ വെറുതെ ഇളിച്ചു കാണിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള ഒരു ചിരി. ആൻഡ് ലൈസ്, കള്ളം പറയുന്ന ഒരു മാസ്ക്, അല്ലെങ്കിൽ ഇളിച്ചു കാണിക്കുന്ന, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് സന്തോഷമില്ലാതെ നമ്മൾ വെറുതെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു മാസ്ക് നമ്മൾ കാണിക്കേണ്ടി വരുന്നു. അത്തരത്തിലുള്ള ഒരു മാസ്ക് എല്ലാ ജനതയും അണിയുന്നു. ഇറ്റ് ഹൈഡ്സ് അവർ ചീക്സ്. നമ്മളുടെ കവിളുകൾ അത് മറച്ചു വെക്കുന്നു. ഹൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുന്നു. അതായത് നമ്മുടെ കവിളുകളിലൂടെ നമുക്ക് സന്തോഷം, അതായത് കണ്ണിന്റെ മൂവ്മെന്റിലൂടെ നമുക്ക് കണ്ണ് അല്ലെങ്കിൽ ആ ഒരു മുഖത്തിന്റെ ആ ഒരു തെളിച്ചത്തിലൂടെ നമുക്ക് ഉള്ളിലുള്ള ഇമോഷൻസ് അറിയാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഹൈഡ്സ് അവർ ചീക്സ് ആൻഡ് ഷെയ്ഡ്സ് അവർ ഐസ്. നമ്മളുടെ കണ്ണിനെ മറയ്ക്കുക. ഇവിടെ കണ്ണെന്നുള്ളത് ഇൻ ലിറ്ററേച്ചർ ഐസ് ആർ ദി സോൾസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ വിൻഡോ ടു ദ സോൾ. ആത്മാവിലേക്കുള്ള വാതിലാണ് കണ്ണുകൾ. കണ്ണിലൂടെ നമുക്ക് നമ്മളുടെ ആത്മാവിനെ അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറയാറുണ്ട് കണ്ണിന്റെ ആ ഒരു പ്രാധാന്യം, കണ്ണിലൂടെ മനസ്സ് കാണുക, മുഖം മനസ്സിന്റെ കണ്ണാടി എന്നൊക്കെ പണ്ടുള്ള ആളുകൾ പറയുന്ന ആ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഷെയ്ഡ്സ് അവർ ഐസ്. നമ്മളുടെ കണ്ണുകളെ മറയ്ക്കുന്നു ഈ മുഖംമൂടി. ദാറ്റ് മീൻസ് വി കനോട്ട് സീ ദ ഇമോഷൻസ് ഇൻ ദ മൈൻഡ് ഓർ ഇൻ ദ സോൾ. നമ്മളുടെ ആത്മാവിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിലുള്ള വികാരങ്ങൾ, അതായത് ഇവിടെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ വികാരങ്ങളാണ്. അത് പുറമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരുടെ വികാരങ്ങൾ നമുക്ക് പുറമേ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ദേ ആർ വെയറിങ് ദ മാസ്ക്. ആ മാസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഷോസ് ദ ഗ്രീൻസ് ഓർ ലൈസ്. ഇറ്റ് ഹൈഡ്സ് ദി റിയൽ ഇമോഷൻസ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ മറച്ചു വെക്കുന്ന ഒരു മുഖമൂടി. ആൻഡ് ദിസ് ഡെറ്റ് വി പേ ടു ഹ്യൂമൻ ഗിൽറ്റ്. ഇതെന്താണിത്? ഇതൊരു കടമാണ്. ഏതിന്? വി പേ ടു ഹ്യൂമൻ ഗിൽറ്റ്. മനുഷ്യന്റെ കുറ്റത്തിന് അല്ലെങ്കിൽ മനുഷ്യരുടെ തെറ്റുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കടമാണ്. അതായത് മറ്റുള്ള ആളുകൾ, നമ്മളുടെ സഹജീവികൾ നമ്മളോട് ചെയ്യുന്ന ക്രൂരതയ്ക്കുള്ള ഒരു കടം വീട്ടലാണിത്. വിത്ത് ടോൺ ആൻഡ് ബ്ലീഡിങ് ഹിയേഴ്സ് വി സ്മൈൽ. വിത്ത് ടോൺ ആൻഡ് ബ്ലീഡിങ് ഹാർട്ട്. നമ്മളുടെ ഉള്ളിൽ ബ്ലീഡിങ് ഹാർട്ടാണ്, മുറിവേറ്റ ഹൃദയമാണ്. ഇവിടെ ബ്ലാക്ക് അമേരിക്കൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ അടിച്ചമർത്തലുകൾ, അവരെ അടിച്ചമർത്തി ആ ഒരു ജനതയ്ക്ക് സഹിക്കേണ്ടി വന്ന പീഡനങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദേ ആർ ടോൺ. ഇവിടെ കീറപ്പെടുക മീൻസ് മുറിവേൽക്കപ്പെടുക. മാനസികമായും ശാരീരികമായും മുറിവേൽക്കപ്പെട്ട ജനത, മാർജിനലൈസ്ഡ് പീപ്പിൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ ഹൃദയത്തിന്റെ വിങ്ങൽ. ആൻഡ് മൗത്ത് വിത്ത് മെറീഡ് സറ്റിൽസ്. ഇവിടെ സറ്റിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർപ്പ് റിയാലിറ്റീസ്. അവരുടെ വായിലൂടെ മെറീഡ് മീൻസ് ഡിഫറെന്റ് കളേഴ്സ് ആണ്. മെറീഡ് സബ്റ്റിലിറ്റീസ്, വ്യത്യസ്തമായിട്ടുള്ള, അതായത് ആ മുഖംമൂടി അണിയുന്നതിലൂടെ അവർ പറയുന്ന വാക്കുകളൊക്കെ സന്തോഷത്തിൻ്റെതാണ് എങ്കിലും അവരുടെ ഉള്ളിൽ സങ്കടമാണ് കാണിക്കുന്നത്. അതായത് പുറമേ നമ്മൾ പറയാറുണ്ട്, പുറമേ പുഞ്ചിരിയുടെ പൂമാലകൾ അണിയുന്നു, അകമേ ഇവിടെ കുടിപ്പകയല്ല, മറിച്ച് അകമേ അവരുടെ കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. Why should the world be otherwise in counting all our tears and sighs? Nay,
ലെറ്റ് ദം ഓൺലി സീ അസ് വൈൽ വി വെയർ ദ മാസ്ക്. ഇതൊരു റെട്ടറിക് ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കുന്നത് എന്താണ്? വൈ ഷുഡ് ദ വേൾഡ് ബി അതർവൈസ് ഇൻ കൗണ്ടിങ് ഓൾ അവർ ടിയേഴ്സ് ആൻഡ് സൈസ്? എന്തിനാണ് ലോകം നമ്മളുടെ ഈ കണ്ണുനീരും കഷ്ടപ്പാടും ഒക്കെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇറ്റ് ഈസ് എ റെട്ടറിക് ക്വസ്റ്റ്യൻ. കാരണം ലോക ജനത നമ്മളുടെ കാര്യങ്ങൾ, നമ്മളുടെ കഷ്ടപ്പാടുകളൊക്കെ ഇങ്ങനെ അറിഞ്ഞിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? കാരണം ദേ ആർ ഡൂയിങ് നത്തിങ്. കാരണം ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്ന ജനതയ്ക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ ലോകത്തിന് കഴിയുന്നില്ല. കാരണം നമ്മൾ പറയുന്നു മറ്റുള്ളവരുടെ സങ്കടങ്ങൾ നമ്മൾ അറിയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം വേണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയണം. അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ലോക ജനതയ്ക്ക്. ഇനി ലെറ്റ് ദം ഓൺലി സീ, അവർ അത് മാത്രം കണ്ടാൽ മതി. എന്താണ്? വൈ വി വെയർ ദ മാസ്ക്. നമ്മൾ മുഖംമൂടി ഇട്ടിട്ട് കണ്ടാൽ മതി. കാരണം സമൂഹവും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. കാരണം എല്ലാവരും സന്തോഷത്തിൽ ജീവിക്കട്ടെ എന്നാണ് സമൂഹവും. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ വെറുതെ സഹതപിച്ചിട്ട് കാര്യമില്ല. ഒരു എമ്പത്തറ്റിക് ആയിട്ടുള്ള രീതിയിലേക്ക് മൂവ്മെന്റ് നടത്താൻ സമൂഹത്തിന് കഴിയുന്നില്ല. സോ എന്തിനാണ് നമ്മളുടെ പ്രയാസങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നത്? വെറുതെ അങ്ങനെ ഒരു വിഷമമുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. സോ ലെറ്റ് ദം സീ അവർ മാസ്ക്. അവർ നമ്മളുടെ മുഖംമൂടി കണ്ടോട്ടെ. ആ മുഖംമൂടി മാത്രം മതി, നമ്മളുടെ വിഷമങ്ങൾ അവരെ അറിയിക്കണ്ട. ഇനി അടുത്ത സ്റ്റാൻസ. വി സ്മൈൽ, ഞങ്ങൾ ചിരിക്കുന്നുണ്ട്. ബട്ട് ഓ ഗ്രേറ്റ് ക്രൈസ്റ്റ്, ഇവിടെ ദൈവത്തോട് നിലവിളിക്കുന്നു. എന്താ പറയുന്നത്? ഓ ഗ്രേറ്റ് ക്രൈസ്റ്റ്, അവർ ക്രൈസ് ടു ദീ ഫ്രം ടോർച്ചേർഡ് സോൾ അറൈസ്. അവർ ക്രൈസ് ഫ്രം ടു ദീ മീൻസ് ടു യു. അല്ലയോ ദൈവമേ, അല്ലയോ ജീസസ്, അങ്ങയോടുള്ള ഞങ്ങളുടെ കരച്ചിൽ. ഞങ്ങൾ സമൂഹത്തോട് ചിരിച്ചു കാണിക്കുകയാണ്, പക്ഷേ ഞങ്ങൾ അങ്ങയോട് കരയുകയാണ്. ആ കരച്ചിലിൽ എന്താണ്? വി ആർ ക്രൈങ് ഫ്രം അവർ ടോർച്ചേർഡ് സോൾസ്. ഞങ്ങളുടെ പീഡിപ്പിക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ്, അതായത് അടിച്ചമർത്തപ്പെട്ട അങ്ങനെ കീറി മുറിക്കപ്പെട്ട ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, ആ നോവിൽ നിന്നാണ് ഞങ്ങൾ അങ്ങയോട് കരഞ്ഞു നിലവിളിക്കുന്നത്. ആൻഡ് വി സിംഗ്, ഞങ്ങൾ പാടുന്നുണ്ട്. ബട്ട് ഓൾ ദ ഡേ ഈസ് വൈൽ. പക്ഷേ എന്താണ്? ദ ക്ലേ ഈസ് വൈൽ. ദ ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ചളി, അതായത് ഞങ്ങളുടെ മുന്നോട്ടുള്ള വഴിയിൽ നിറയെ ചളിയാണ്. ആൻഡ് ഇറ്റ് ഈസ് വൈൽഡ്. വൈൽഡ് മീൻസ് വൈഡ്. ഒരുപാട് വിശാലമായി കിടക്കുന്ന ചളിക്ക് മുന്നിലാണ് ഞങ്ങളുള്ളത്. ആൻഡ് ഏത് നിമിഷവും വഴുതി വീഴാം എന്നുള്ളതാണ്. ആൻഡ് ബിനീത്ത് അവർ ഫീറ്റ്, ഞങ്ങളുടെ കാൽ കീഴിൽ എന്താണ്? ഫുള്ള് ചളിയാണ്. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, വഴുതി പോകുന്നു. ദാറ്റ് മീൻസ് വി ആർ സഫറിങ് ഇൻ അവർ ലൈഫ്സ്. വി ആർ സഫറിങ് കംപ്ലീറ്റ്ലി ഇൻ അവർ ലൈഫ്സ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. ആൻഡ് ഏത് നിമിഷവും ഞങ്ങൾക്ക് വഴുതി വീഴാമെന്ന് ഇവിടെ പറയുന്നത്. വി മേ ലൂസ് അവർ കൺട്രോൾ. ഏത് നിമിഷവും ഞങ്ങളുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് ഞങ്ങൾ മരണത്തിന് കീഴടങ്ങാം. അത്രത്തോളം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. സോ ആൻഡ് ലോങ് ദ മൈൽ മീൻസ് ഇവിടെ യാത്ര ഒരു കുറെ പോവാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘയാത്രയാണുള്ളത്. ദാറ്റ് മീൻസ് ലൈഫ് ഈസ് ടു ലോങ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ഈസ് ടു ലോങ്, ബട്ട് വി കനോട്ട് മൂവ് ഫോർവേഡ്. ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. ജീവിതം ഒരുപാട് നീളത്തിൽ അങ്ങനെ കിടക്കുകയാണ്. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ബട്ട് ലെറ്റ് ദ വേൾഡ് ഡ്രീം അതർവൈസ്. പക്ഷേ ലോകം നേരെ തിരിച്ച് ചിന്തിക്കട്ടെ. ലോകം എങ്ങനെയാണ്? ഞങ്ങൾക്ക് കഷ്ടപ്പാടില്ല എന്ന് ചിന്തിക്കട്ടെ. ആൻഡ് വി വെയർ ദ മാസ്ക്. ഞങ്ങൾ എന്ത് ചെയ്തോളാം? വി വെയർ ദ മാസ്ക് ആൻഡ് ലെറ്റ് ദ വേൾഡ് തിങ്ക് അതർവൈസ്. ഞങ്ങൾക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളൊന്നുമില്ല. ആഫ്റ്റർ ദ സിവിൽ വാർ വി ആർ ഹാപ്പി എന്ന് ലോകം വിചാരിക്കട്ടെ. ബട്ട് വി ആർ എറ്റ് സഫറിങ്. ഞങ്ങൾ ഇപ്പോഴും കഷ്ടപ്പെടുകയാണ്. എന്നാൽ തന്നെയും മറ്റുള്ള സമൂഹം അല്ലെങ്കിൽ ലോകം ഞങ്ങൾക്ക് കഷ്ടപ്പാടില്ല എന്ന് വിചാരിച്ചോട്ടെ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാം. ഇതാണ് ഈ കവിത. ഇതിൽ നമ്മൾ പറഞ്ഞു വൈ ഷുഡ് ദ വേൾഡ് ബി അതർവൈസ് ഇൻ കൗണ്ടിങ് ഓൾ അവർ tears and sighs. And in these lines we can see a rhetoric question. Rhetoric question means it is a question that do not need an answer. ഒരു ആൻസർ ആവശ്യമില്ലാത്ത ചോദ്യത്തെയാണ് റെട്ടറിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ സർക്കാസം, ഒരു പരിഹാസം തന്നെയാണിത്. അതായത് ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ ആർക്കാണ് അറിയേണ്ടത്? കാരണം ലോകം ആഗ്രഹിക്കുന്നത്
എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അത് കാണാൻ നമ്മൾ പറയും, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ അത് കാണാൻ രസമാണ് എന്ന് പറയാറുണ്ട്. എങ്കിലും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മൾ സങ്കടം പറയുമെങ്കിൽ തന്നെയും നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാം. ഐറോണിക്കാണ്. അതായത് സമൂഹം ഈ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുകയാണ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും സഹായിക്കാൻ കഴിയാതെ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമൂഹത്തിൽ ആർക്കാണ് ഞങ്ങളുടെ വേദനകൾ അറിയേണ്ടത് എന്ന ഒരു റെട്ടറിക് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ സർക്കാസം, ഒരു പരിഹാസവും നമുക്ക് ഇതിനകത്ത് കാണാം. അതേപോലെ തന്നെ ദ പോയറ്റ് കൺക്ലൂഡ്സ് ദ പോം വിത്ത് എ സർക്കാസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് നോ വൺ ഈസ് വില്ലിംഗ് ടു ഡ്രീം ത്രൂ ദ പെയിൻ. നമ്മൾ ലോകം അങ്ങനെ വിചാരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതായത് വില്ലിംഗ് ടു ഡ്രീം ത്രൂ പെയിൻ, വേദനകൾക്കിടയിലൂടെ സ്വപ്നം കാണുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലൂടെ സ്വപ്നം കണ്ട് നല്ല ഒരു നാളേക്കായി ജീവിക്കുക എന്ന് പറയുന്നത് അതും ഒരു പരിഹാസം തന്നെയാണ്. സോ ദിസ് പോം is really expressing the sufferings of Black Americans. These are the important points. Hope you enjoyed it. Thank you. The important questions. First one, what is the title significance? We wear the mask എന്നുള്ള ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്നത് എക്സ്പ്ലെയിൻ ദ റെട്ടറിക് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പോം. ഈ കവിതയിലെ റെട്ടറിക് ക്വസ്റ്റ്യൻ എന്താണ്, റെട്ടറിക് ക്വസ്റ്റ്യൻ എന്ന് അങ്ങനെയും ചോദ്യം ചോദിക്കാം. അതിന്റെ എക്സാമ്പിൾ ആയിട്ടും ആ ഒരു ലൈൻ ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്നത് ദ ക്ലേ ഈസ് വൈൽ ബിനീത്ത് അവർ ഫീറ്റ്. ആ ഒരു ലൈൻ തന്നിട്ട് അത് എന്താണ്, വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ലൈൻ എന്നോ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതേപോലെ നോ വൺ ഈസ് റെഡി ടു ഡ്രീം, ലാസ്റ്റ് വരിയിൽ പറയുന്ന ലെറ്റ് ദ വേൾഡ് ഡ്രീം അതർവൈസ്, ആ ഒരു ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് ചോദിക്കാവുന്നത് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മാസ്ക്, ആ മാസ്കിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ എന്താണ് ഇവിടെ മാസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വാട്ട് ഡു യു മീൻ ബൈ മാസ്ക് ഇൻ ദിസ് പോം, അങ്ങനെയും ചോദ്യം വരാം. These are the main points. Hope you enjoyed it. Thank you.